ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? മിക്കുൻ്റെയും ജൂലിയുടെയും പുതിയ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടാലോ? നമ്മുടെ ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞാൻ മിക്കുൻ്റെയും ജൂലിയുടെയൊക്കെ ദേഹത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് തണുപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ജൂലി എഴുന്നേറ്റ് കേട്ടോ. പുള്ളിക്കാരി ഉറക്കമായിരുന്നു. രാവിലെ ചോറൊക്കെ ഉണ്ട് ഉറങ്ങുമായിരുന്നു കേട്ടോ അവർ. ജൂലിക്ക് ദേഹത്ത് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾ നിന്ന് തരും, എങ്ങും ഓടിപ്പോവോ ബഹളം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യത്തില്ല. കണ്ടില്ലേ നമ്മുടെ ജൂലി പെണ്ണ് അടങ്ങി നിൽക്കുന്നത്? ഒരു ശല്യവും ഇല്ല കേട്ടോ. അത് ഭയങ്കര ഇഷ്ടം. എത്രമാത്രം വേണേലും വെള്ളം അവളുടെ ദേഹത്തേക്ക് ഒഴിച്ചോളാൻ പറഞ്ഞാൽ കേട്ടോ അവൾ നിൽക്കുന്നത്. ഈ കൊടും ചൂടത്ത് ഇവരുടെ ദേഹത്തേക്ക് വെള്ളം ഒഴിക്കുന്നത് ഇവർക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ. ഇവർക്ക് നല്ലൊരു തണുപ്പും നല്ലൊരു സുഖമൊക്കെ കിട്ടും. അങ്ങനെ നമ്മുടെ ജൂലി പെണ്ണിൻ്റെ ഇന്നത്തെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ജൂലിയുടെ അടുത്ത് പോയത് മിക്കുവിന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. തിരിച്ചു വന്നപ്പോൾ എന്നോട് ഭയങ്കര ദേഷ്യം കാണിക്കുവാണ്. എൻ്റെ കൈയെല്ലാം മേടിച്ച് എൻ്റെ കൈയെല്ലാം കടിച്ച് പറിക്കുക കേട്ടോ ഈ ചെറുക്കൻ. ഇത് പിന്നെ ഇന്ന് ഇവർക്കുള്ള ഭക്ഷണം കേട്ടോ. ചോറും പിന്നെ ചിക്കൻ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചു കേട്ടോ. പിന്നെ ഈ ചോറ് ഇവർക്ക് രണ്ടുപേർക്കും ഞങ്ങൾ സെപ്പറേറ്റ് വെക്കും. എന്നിട്ട് നമ്മുടെ ചോറും കൂടെ ഇട്ട് ഇളക്കി അവർക്ക് രണ്ടുപേർക്കും കൊടുക്കും കേട്ടോ. അവർ നന്നായിട്ട് കഴിക്കും, അവർക്ക് ഇഷ്ടമാണ്. അവർക്ക് ബീഫിനെ കഴിഞ്ഞാൽ ഇഷ്ടം ചിക്കൻ തന്നെയാണ് കേട്ടോ. പൊട്ടിയ ലീശ വീണ്ടും കൂട്ടിക്കെട്ടി ഞാനും മിക്കുവും കൂടെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിന്നലെ പറമ്പ് വൃത്തിയാക്കിയപ്പോൾ അവിടുന്ന് കുറച്ച് ടൈൽസിൻ്റെ കഷ്ണങ്ങളൊക്കെ കിട്ടി കേട്ടോ. അതൊക്കെ ഞാൻ അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ചേമ്പ് തടമൊക്കെ കിടന്നായിരുന്നു. അതൊക്കെ ഞാനെടുത്ത് മണ്ണൊക്കെ കൂട്ടി അതിനകത്ത് എടുത്ത് കുഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അവനതൊക്കെയാണ് പോയി നോക്കുന്നത്. നമ്മുടെ മത്തനൊക്കെ പൂവും കായും ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലുണ്ടായിരിക്കുന്ന മഞ്ഞപ്പൂ കണ്ടിട്ട് മിക്കു മത്തൻ പൂവ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ഇതിൽ മത്തങ്ങ ഉണ്ടാകുമ്പോൾ നമ്മളത് പറിച്ച് മിക്കുനും ജൂലിക്കും ചിക്കൻ കറിയുടെ ഒക്കെ കൂടെ മത്തങ്ങ ഇട്ട് വേവിച്ച് കൊടുക്കും കേട്ടോ ഇവർക്ക്. നമ്മളോടൊരു ചേച്ചി പറഞ്ഞായിരുന്നു ഇങ്ങനെ ഇവർക്ക് മത്തങ്ങയും ക്യാരറ്റും ഒക്കെ ചിക്കൻ കറിക്കകത്തിട്ട് വേവിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. മിക്കു അവിടെ ചെന്ന് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുക കേട്ടോ. മിക്കുവിന് അവിടെ നിന്ന് പോകാനൊന്നും താല്പര്യമില്ല കേട്ടോ. അവിടെ എല്ലാം ഇങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കുവാണ് ചെറുക്കാൻ. ഈ മത്തം പുതിയ മത്തനാട്ടോ. ഇത് നമ്മളിവിടെ നട്ടതല്ല, നേരത്തെ നട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വിത്ത് വീണുണ്ടായതാണെന്നാണ് തോന്നുന്നത്. നടക്കാനൊക്കെ പോയിട്ട് വന്ന് നമ്മുടെ മിക്കുവിൻ്റെ ദേഹത്തും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അവളുടെ ബോഡിയൊക്കെ ഒന്ന് തണുപ്പിച്ചെടുക്കുക കേട്ടോ. മിക്കുവിനും ഭയങ്കര ഇഷ്ടമാണ് വെള്ളമൊക്കെ ഒഴിക്കുന്നത്. എത്ര വേണേലും വെള്ളം അവൻ്റെ ദേഹത്തേക്ക് ഒഴിച്ചോളാനാട്ടോ അവനും പറയുന്നത്. മിക്കുസ് വെള്ളത്തിൽ കിടന്ന് അർമാദിക്കുക കേട്ടോ. എത്ര വെള്ളം ഒഴിച്ചിട്ട് അവനും മതിയാവുന്നില്ല. എത്ര വേണേലും ഒഴിച്ചോളാൻ അവനും പറയുന്നത്. നമ്മുടെ പുതിയ തക്കാളിയിലൊക്കെ കാ പിടിച്ച് തുടങ്ങി. പിന്നെ മത്തൻ പൂവിട്ട് തുടങ്ങി. കായും ഉണ്ടായിട്ടുണ്ട് കേട്ടോ, കാണിക്കാവേ. പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പുതുതായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതാട്ടോ നമ്മുടെ കൃഷിത്തോട്ടത്തിലെ പുതിയ അതിഥികൾ. നമ്മുടെ കുഞ്ഞൻ മത്തങ്ങ 2-3 ഉണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ, അറ്റത്തൊരെണ്ണം ചെറുതായിട്ട്. പിന്നെ ഇത് നമ്മൾ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പറിച്ചെടുത്ത ചീരയാട്ടോ. അപ്പോൾ അത് പറിച്ചെടുത്തപ്പോൾ മിക്കുവിന് ഭയങ്കര ദേഷ്യവും അരിശുമൊക്കെ. അവനത് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അവൻ ഈ കിടന്നുകൊണ്ട് ബഹളം വെക്കുന്നത്. ഭയങ്കര ബഹളം വെക്കുക കേട്ടോ. അവനതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഈ ചീരയുടെ വീഡിയോ എടുക്കുന്നതൊന്നും. ഇപ്പോൾ പുള്ളിക്കത് വേണം. ഇത് കണ്ടില്ലേ നമ്മുടെ ചീരയുടെ ഒരു ഭംഗി? നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്? ജൂലിപ്പെണ്ണ് നമ്മളെ ആരെയും കടിക്കത്തൊന്നുമില്ല കേട്ടോ. അവളെപ്പോഴും നമ്മളെ മാക്സിമം അവളുടെ പല്ലും നഖവും ഒന്നും നമ്മുടെ ദേഹത്ത് കൊള്ളാതെ കേട്ടോ അവൾ സൂക്ഷിക്കുന്നത്. നമ്മൾ അവളുടെ വായിലൊക്കെ പിടിച്ചാലും നാക്ക് മാത്രമേ അവൾ നമ്മുടെ ദേഹത്ത് കയ്യിലൊക്കെ മുട്ടിക്കത്തുള്ളൂ കേട്ടോ. അവളുടെ പല്ലൊന്നും നമ്മുടെ കയ്യിലൊന്നും അവൾ കൊള്ളിക്കില്ല കേട്ടോ. അതേസമയം നമ്മൾ മിക്കുവിനെ എത്ര സ്നേഹിച്ചാലും അവൻ നമ്മളെ കടിക്കും കേട്ടോ. കൂടുതലും എന്നെ എപ്പോഴും അവൻ കടിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ കേട്ടോ. അതെന്നാന്നറിയത്തില്ല. നമ്മുടെ ജൂലിക്കുട്ടിയും മിക്സ്ഡ് ആട്ടോ. ജൂലിക്ക് ഏകദേശം 4 വയസ്സ് പ്രായമുണ്ടെന്ന് തോന്നുന്നു. 3-4 അങ്ങനെ എങ്ങാണ്ടാട്ടോ.
നമ്മൾ നമ്മളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു വളർത്തു മൃഗങ്ങളെയൊക്കെ വളർത്തുമ്പോഴാണ് കേട്ടോ നമുക്ക് അവരുടെ സ്നേഹവും അവരുടെ സ്വഭാവവും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത്. പട്ടിക്കുഞ്ഞിൻ്റെയും പൂച്ചക്കുട്ടിയുടെയും ഒരാടിനായാലും അല്ലെങ്കിൽ കോഴീനെ ആയാലും ഒക്കെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹം അവരെപ്പോഴും നമുക്കത് അവർ 100 ഇരട്ടിയായി തിരിച്ചു തരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ ജൂലിയുടെയും മിക്കുവിൻ്റെയും പിന്നെ നമ്മുടെ കൃഷിയുടെയും ഒക്കെ പുതിയ വീഡിയോസായിട്ട് പിന്നെ വരാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.